ഞൊടിയിടയ്ക്കുള്ളിൽ വെറും 8 സെക്കൻഡിനകം കൃത്യം 11 മണിക്ക് ഒന്നാമത്തെ ഫ്ലാറ്റ് നിലം പതിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു. അതെ, 1 2 3 4 5. അന്റെ പൊളിയത് അതെ, ഒന്നും കൂടി കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു. 1 2 3 4 5. ഇതെന്താണ്? അല്ല സത്യമായിട്ട് വല്ല സ്റ്റേ ഓർഡറും കിട്ടിണ്ടാവൂ. എന്തിന് പൊളിക്കണ്ടൊക്കെ ഏടെ ചെങ്ങായി ബോംബെല്ലാം അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിച്ചിട്ട് തീ കൊളത്താൻ ആള് നിൽക്കാണ്. പിന്നെ സ്റ്റേ ഓർഡർ ആന്നും പറയാൻ പറ്റില്ല. ഇവിടെ കൊലക്കാർ കിട്ടിയ ആൾക്കാർ വരെ കഴിച്ചിലാവണ കാലാണ്. അല്ലല്ല, ഇത് പൊളിയും ദുപ്പാ പൊളിയും. ഇത് വേറെന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണ്. നോക്കുക, എന്തുകൊണ്ടാണ് ഈ ഫ്ളാറ്റുകൾ തകർക്കാൻ ഇത്ര താമസം എടുക്കുന്നത് എന്ന കാരണം അന്വേഷിക്കുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് അമേരിക്കയിലെ ടെക്സാസിലാണ്. അന്ന് അവിടെ 40 വർഷം പഴക്കമുള്ള ഒരു ഫ്ളാറ്റ് പൊളിക്കുവാൻ പ്ലാൻ ഇടുകയുണ്ടായി. അതിന് നേതൃത്വം നൽകിയത് സർ വില്യം ഗോമസ് എന്ന എക്സ്പ്ലോയിറ്റർ ആണ്. അന്ന് അദ്ദേഹം അതിൽ ബോംബ് വെച്ചപ്പോൾ മുകളിലത്തെ നിലകൾ തകർന്നു വീഴുകയും ബാക്കിയുള്ള നിലകൾ അവശേഷിക്കുകയാണ് ചെയ്തത്. അത് എന്തുകൊണ്ട്, എങ്ങനെ എന്ന കാരണം അറിയാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം നമ്മളുടെ ചാനലിൽ ചർച്ച നടക്കുന്നുണ്ട്. കൃത്യം 7 മണിക്ക്. എന്തുകൊണ്ട് ഫ്ളാറ്റ് തകരുന്നില്ല? നമ്മളുടെ ആ ഫ്ളാറ്റിന് കുറച്ചുകൂടി അടുത്തുള്ള റിപ്പോർട്ടറുടെ അടുത്തേക്ക് പോകാം. നോണ പറയാണ് ഈ കഴുത. നോണ പറയണേ. അല്ല, ഈ വില്യം ഗോമസ് ഓന്റെ ടീമും വരുവാ ഇത് പൊളിക്കാൻ വേണ്ടിട്ട്. പിന്നെ അല്ലാണ്ട് വേറെ ആരെ പൊളിക്കുണ്ണേ? എടാ, എന്ത് വില്യം ഗോമസ്? ആ വില്യം ഗോമസ് അല്ല ഇത്. ഇത് വേറെ ഏതോ ഭയങ്കര വിവരമുള്ള ആളാ. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ പേര് മറന്നു പോയടോ. ബാർബാര കൃഷ്ണനാ. എന്തായാലും ഒന്ന് പൊളിഞ്ഞ് കിട്ടണ്ടേ. അപ്പൊ അനക്കം വെക്കുന്നുണ്ടോ? അനങ്ങുണ്ട്. ഇനി നീ നോക്കിക്കാൻ പോയതോ? ആളുകളുടെ ഫ്ലാറ്റില്ലേ, അതണ്ടാ, ആ ഫ്ലാറ്റ് പൊളിക്കും. പിന്നെ ആ ഫ്ലാറ്റും പൊളിക്കും. അത് ചെറിയതല്ലേ എന്ന് വിചാരിച്ചു പൊളിക്കണ്ടേ? എടാ, അതൊക്കെ കായലിലേക്ക് കയ്യേറി വന്ന് വെച്ചിട്ടുള്ള ഫ്ലാറ്റുകളാണ്. ഒക്കെ പൊളിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഞാൻ പൊളിപ്പിക്കും. എന്തിനാ ഇങ്ങനെ ആവേശം എടുത്ത് പൊളിപ്പിക്കണേ? എടാ, പിന്നെ ആവേശം കൊള്ളാതിരിക്കുവോ? ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ട്. അത് കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. അത് കേട്ടില്ല? ഇല്ല. എന്റെ ജീവിതം പോയില്ലേ. എന്ത് സംഭവം? അത് കൊഴക്കട്ട ഈ വെള്ള കളറില് പുറത്ത് നോക്കിയാ വെള്ളം, ഉള്ളിൽ ചെന്ന ഒരു കറുപ്പ് കളറില്. എടാ പോയത് അതല്ലാന്നേ. ഈ കായല്, അതേപോലെ വലിയ വലിയ പാറക്കെട്ടുകള്, വലിയ മലകള്, ഇതെല്ലാം ചേർന്നിങ്ങനെ വരിഞ്ഞ് മുറുക്കി നിൽക്കുന്നതുകൊണ്ടാണ് ഭൂമി നിലനിൽക്കുന്നത്. ഇതിന് എന്തിനെങ്കിലും ഒന്നിന് ഒരു ചെറിയ കോട്ടം പറ്റി കഴിഞ്ഞാല് സന്തുലിതാവസ്ഥനാകെ താറുമാറാവില്ലേ? സത്യേട്ടാ, ഈ പാറ പൊളിച്ചു കൊണ്ടുവന്ന കല്ലോണ്ടാന്ന് സത്യേട്ടന്റെ വീടിന്റെ തറകെട്ടീന്നില്ല കാര്യം സത്യേട്ടൻ മറക്കണ്ട. ഒരു കാര്യം പറയണതിന്റെ ഇടയിൽ കിണികിടി എന്നുള്ള വർത്തമാനം പറയണത് ഇതാണ്. 14 മിനിറ്റുകൾ പിന്നിട്ടിരിക്കുന്നു. ഫ്ളാറ്റ് ഇനിയും തകർന്നിട്ടില്ല. നാവികസേനയുടെ അനുമതിക്കായി കാത്തു നിൽക്കുകയാണെന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. അങ്ങനെയാണെങ്കിൽ ഇനിയും കുറച്ചു സമയം കൂടി നമ്മൾക്ക് കാത്തിരിക്കേണ്ടി വരും. ഇവൻ പൊട്ടനാട്ടോ. ഫ്ലാറ്റ് പൊളിഞ്ഞ് വിവരം ഓൻ അറിഞ്ഞില്ല. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടല്ലേ വർത്താനം പറഞ്ഞേ. എടാ പൊട്ട, ഫ്ലാറ്റ് പൊളിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കടാ. അയ്യോ, പൊളിഞ്ഞ ഞാൻ കണ്ടില്ല. സ്മൈൽ ടിവിക്ക് വേണ്ടി ദാക്ഷായനിയുടെ കക്കൂസിൽ നിന്നും ക്യാമറമാൻ അരുൺ ഗോപിനാഥിനൊപ്പം ന്യൂട്ടൺ. ഈ പൊട്ടൻ കഴുതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതെ, പൊളിക്കടാ, എല്ലാം പൊളിക്കും. കായലിലേക്ക് കയ്യേറി നിൽക്കുന്ന എല്ലാം പൊളിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സത്യേട്ടാ, ഈ കായലിലേക്ക് തള്ളി നിൽക്കണല്ലേ ഈ പാലം കൊണ്ട് പൊളിക്കട്ടെ? പാലം പൊളിച്ചാൽ നമുക്ക് തിരുവനന്തപുരത്തേക്ക് വേണ്ടേ? അപ്പൊ എന്താട്ടോ? അപ്പൊ പൊളിക്കാൻ പറ്റില്ല. അപ്പൊ പൊളിക്കാൻ പറ്റില്ല. അതുപോലെയല്ല, ഇത് പൊതുജനത്തിന്റെ ആവശ്യത്തിനുള്ളതാണ്, മറ്റേതല്ല.
അത് കട്ടിട്ട് മുടിച്ചുണ്ടാക്കിയ പൈസ ഉണ്ടോ? സത്യേട്ടാ നിങ്ങളെ പ്രശ്നം ഇപ്പൊ കായൽ നേറ്റൊന്നല്ല, നിങ്ങൾക്ക് അസൂയാണ്. പിന്നെ സുഖ സൗകര്യമായിട്ട് ആൾക്കാർ താമസിക്കുന്നതിന്റെ അസൂയാണ് നിങ്ങൾക്ക്. ഈടാ സുഖ സൗകര്യമായിട്ട് താമസിക്കാൻ എന്തിനാ ഇത്രയും വലിയ ഫ്ലാറ്റ്, ആഡംബര ഫ്ലാറ്റ്? നീ താമസിക്കണില്ലേ? ഞാൻ താമസിക്കണില്ലേ? പൈസക്കാർ അങ്ങനെയൊക്കെ താമസിക്കൂ. ഈ പൈസ എങ്ങനെ ഉണ്ടായി? അതല്ല ഞാൻ പറഞ്ഞത്, കട്ടിട്ട് മോഷ്ടിച്ചുണ്ടാക്കിയ പൈസയാണ്. എല്ലാരും കട്ടിട്ട് മോഷ്ടിച്ചിട്ടൊന്നല്ല, അത് പറയരുത് സത്യേട്ടാ. ഈ ഫ്ലാറ്റ് ഇങ്ങനെ തകർന്നു പോകുമ്പോ മനസ്സിനൊരു സങ്കടം. അയ്യോ എന്തിനു സങ്കടം? അല്ല അതുണ്ടാവും സത്യേട്ടാ. ഒരു തകർച്ച കാണുമ്പോ ഇങ്ങനെ സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നാമെന്താ വെച്ചാൽ നമ്മളെ സീതളേട്ടനൊക്കെ ഫ്ലാറ്റ് ഉണ്ട് അതിന്റെ അകത്ത്. ഇതാണ് ഞാൻ പറഞ്ഞതേ. എടാ ഓൻ ഇവിടെ എവിടെയെങ്കിലും ഉള്ള പൈസക്ക് സ്ഥലം വാങ്ങിച്ചു ഇവിടെ വീട് വെച്ചാ പോരെ. എന്തിനാണ് അവിടെ പോയിട്ട് ഫ്ലാറ്റ് വാങ്ങിയത്? ഞാൻ പറഞ്ഞ അഹങ്കാരാണ്. പിന്നെ മറ്റേ പൈസയാണ് കിമ്പളം. പിന്നെ പോവാതിരിക്കുവോ? ഏതായാലും സത്യം നമ്മളിവിടെ കണ്ടില്ലേ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ബാക്കി ടിവിയിൽ പോയിട്ട് കാണാം. ഈ ബോംബ് പൊട്ടാൻ വൈകിയതിന്റെ എന്താണ് സമയം വൈകിയതെന്നൊക്കെ അവര് മറ്റേ സ്കെച്ചൊക്കെ വരച്ചിട്ടൊക്കെ കാണിക്കും. സത്യേട്ടന്റെ കാഴ്ച ഇത് നിയമലംഘനത്തിന് മുതിരുന്നവരെല്ലാവരും തന്നെ മറക്കാൻ പാടില്ലാത്തൊരു ചരിത്രം രാജ്യത്തിന്റെ പരിസ്ഥിതി രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ നിമിഷം രേഖപ്പെടുത്തും. ആകാംക്ഷയും വിസ്മയവും കണ്ണീരും ഇടകലർന്ന നിമിഷങ്ങൾ. ടി വിയിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ആളുകൾ തന്നെ അങ്ങ് ആഘോഷിക്കുകയാണ്. അച്ഛന് തന്നെ നേരം വെളുക്കുമ്പോട്ട് വൈകുന്നേരം വരെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കത് കണ്ട് സഹിക്കാതെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച സമ്പാദ്യം മുഴുവൻ, അതും പോരാഞ്ഞ് അവളുടെ കാതിലും കഴുത്തിലും കിടന്ന് മുഴുവൻ ഉരി വിറ്റു. എന്നിട്ട് ലോൺ കൊടുത്തിട്ട് വാങ്ങിയ ഫ്ലാറ്റാണ് ഞാനത്. അങ്ങനെ ഒരു ഫ്ലാറ്റ് വിളിക്കുമ്പോഴാ ആൾക്കാർക്കൊക്കെ ഒരു കൗതുകല്ലേ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ ഈ ഫ്ലാറ്റ് വേണ്ട, കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീട് വെക്കാന്ന്. നീ സമ്മതിച്ച? ഇല്ല. അന്ന് കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഓരോ ഫ്ലാറ്റ് മേടിക്കണമെന്ന് കേട്ടപ്പോ ഒരു മോഹത്തിന് ഇങ്ങനെയൊക്കെ വരുന്നു. ഇപ്പൊ നമ്മള് വരുമോ? ആ സുധേട്ടൻ അങ്ങോട്ട് പോരൂ. വാ വാ. എന്തായി സുധേട്ടാ കാര്യങ്ങളൊക്കെ? ഒരു 16 സെന്റ് സ്ഥലമുണ്ട്. എവിടെയത്? 2000 സ്ക്വയർ ഫീറ്റ് വീട്. നല്ല ചുളു വിലക്ക് നമുക്ക് കിട്ടും. അത് നോക്കിയാലോ? എന്നാ പിന്നെ ഒന്ന് പോയി നോക്കുക. അത് നമ്മുടെ വൈക്കം കായലിന്റെ അടുത്താ. എന്താ സുധേട്ടാ കായലിന്റെ അരികിലുള്ളൊന്നും ഇനി വേണ്ട. ഇത് പഞ്ചായത്തിലെ കരടക്കണ ഭൂമിയാണ്. എല്ലാ പേപ്പറും ക്ലിയറാ. പിന്നെ എന്താ പേടിക്കാള്? ഇതുപോലെ എല്ലാ പേപ്പറുകളുള്ള ഫ്ലാറ്റാണല്ലോ ഇവൻ വാങ്ങിയത്. എന്നിട്ട് എന്തായി? എന്റെ പൊന്നു സുഖതേട്ട, റോഡിന്റെ അരികും വേണ്ട, തോടിന്റെ അരികും വേണ്ട, കായലും വേണ്ട, കടലും വേണ്ട. എനിക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി. ഇവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് എവിടെയെങ്കിലും പോയിട്ട് മരണം വരെ കിടക്ക ഒരു സ്ഥലം കിട്ടും എനിക്ക്. അതെ, ഇപ്പൊ നമ്മള് നമ്മുടെ സൗകര്യത്തിനൊക്കെ പറയും. കുട്ടികൾ വളർന്നു വരില്ലേ, അവരുടെ സൗകര്യം നമ്മൾ നോക്കണ്ടേ? ഇപ്പൊ ഉള്ള സൗകര്യമൊക്കെ മതി. അതിലും കൂടുതൽ സൗകര്യമായാലേ പിന്നീട് അത് ഒരു അസൗകര്യമായിട്ട് മാറും. സമ്പാദിച്ചുണ്ടാക്കിയവനായി നഷ്ടപ്പെടുമ്പോൾ വിഷമം ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്കേ ഫ്ലാറ്റ് വിളിക്കുമ്പോൾ കൈയൂട്ടിച്ചിരിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ അങ്ങനെ തന്നെ. അയൽപക്കത്തൊരു കുമ്പളങ്ങ ഉണ്ടായിക്കണണ്ട ഉറക്കം പോണവരാ. എന്നാ കുമ്പളങ്ങ പുഴുക്കുത്തു വന്ന് കേടുവന്നു അറിഞ്ഞാലോ സുഖമായിട്ട് കടന്നുറങ്ങും ചെയ്യും. ഞാൻ നോക്കട്ടെ. ഹലോ. പ്രസിഡന്റ് നമസ്കാരം. ഞാൻ സത്യനാണ്, സത്യൻ. ഒരു വോട്ടർ ഇത് കൂട്ടിക്കോ. അത് ഞാനൊരു കംപ്ലൈന്റ് പറയാൻ വേണ്ടി വിളിച്ചാണ് സത്യത്തില്. നമ്മുടെ പിന്നെ കറുകുറ്റിയുടെ അവിടുന്ന് ലെഫ്റ്റ് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിന്റെ ബോർഡ് ഇരിക്കുന്നത് റോട്ടിലാ. അത് അവിടുന്ന് എടുത്തു മാറ്റണം. ഞാൻ ഈ വിഷയം മെമ്പറോട് പറഞ്ഞു കഴിയുമ്പോൾ അയാൾക്ക് അത് കേൾക്കാൻ തന്നെ സൗകര്യമില്ല. ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഗണിക്കണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. ശരി. ആയിക്കോട്ടെ. രാത്രി ബുദ്ധിമുട്ടിച്ചാലും ക്ഷമിക്കണം. ശരി. ഓക്കെ. അല്ല, അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അവന്റെ മുട തീർക്കണ്ടേ? ആ ബോർഡ് അതിന് റോഡിലൊന്നല്ലേ ഇരിക്കണേ, ആ സൈഡിലല്ലേ ഇരിക്കണേ. ആര് പറഞ്ഞു? റോട്ടിലാണ്. ഞാനും കണ്ടതാണ്. ആ ബോർഡോ?
അത് ഹോട്ടലിന്റെ മുന്നിലാണ് കുഴപ്പമില്ലല്ലോ. നാട് തൊട്ട് കൊണ്ടുവച്ചാൽ അതിൽ വണ്ടി ഇതൊക്കെ വന്നോണ്ടിരിക്കല്ലേ, കുട്ടികളെ നടക്കണല്ലേ. ഏട്ടന് വല്ല നെഞ്ചുവേന ഉണ്ട് അത് അവിടെ ഇരിക്കണോണ്ട്. അതെ, എന്നോട് കളിച്ചു കഴിഞ്ഞാൽ അവന്റെ കട ഞാൻ പൊട്ടിക്കും. ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ വിളിച്ച് പറയും ഞാൻ അവന്റെ കടയിലെ ഭക്ഷണം മുഴുവൻ മോശമാണെന്ന്. എന്താണ് അവന്റെ കടയിൽ 1 ലക്ഷം ഉറുപ്പിക്കാണ് കച്ചവടം. അപ്പൊ അതാണ് കാര്യം. ഒരാള് നന്നാവണത് ഇഷ്ടല്ല. കരണ്ടും പോയി. എങ്ങനെ കട തുറങ്ങും ദൈവമേ. കൊതുക് ഇപ്പൊ വരും. ഏട്ടാ, ഈ വള്ളി ചേച്ചിയുടെ വീട്ടിലായിട്ടുണ്ടല്ലോ. ആ, അത് ശരിയാണല്ലോ. അതെങ്ങനെ അവിടെ മാത്രം ലേറ്റ്? അത് ചിലപ്പോ വേറെ ലൈനായിരിക്കും. KCB വിളിക്കാം. എന്തിന്? ഇതെന്താ സംഭവം അറിയണല്ലോ. ഇവിടെ കറണ്ട് എപ്പോ വരുന്ന എനിക്ക്. KCB എന്ത് തെമ്മാടിത്തരം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കണേ. ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയി, തൊട്ടപ്പുറത്ത് കറണ്ട് ഉണ്ട്. ഇവിടെ കറണ്ട് ഇല്ലെങ്കിൽ അവിടെയും കറണ്ട് വേണ്ട, അത് കട്ടി. ഇരുട്ടാകുമ്പോ എല്ലായിടത്തും ഇരുട്ടാവട്ടോ, വെളിച്ചം കൊടുക്കുമ്പോ എല്ലാവർക്കും വെളിച്ചം, അങ്ങനല്ലേ? മോനെ ഒന്ന് ഇരുന്ന് പിടിക്കടാ. ചേർത്ത് വെക്ക്. അത്രേ ഉള്ളൂ സാറേ. 720 7:20 അത് മാർക്ക് ചെയ്തോ. അവിടെ താൻ ഇരിക്കുന്ന അവിടെ ഒന്ന് മാർക്ക് ചെയ്യ പേരി. എന്നിട്ടേ 1 മീറ്റർ ഒന്ന് പുറകോട്ട് തള്ളി പിടിച്ചേ. അതെന്തിനാ? എന്റെ പേര് ചെയ്യാതെ നമ്മുടെ ടേപ്പ് ഇന്നലെ എലി കരണ്ടില്ലേ, 1 മീറ്റർ പോയില്ലയോ? അതറിയത്തില്ലേ? 1 മീറ്റർ അങ്ങോട്ട് അളക്ക്. അതെങ്ങനെ അളക്കും? എന്താ എടോ, 1/2 മീറ്റർ. ഒരു കൈ കൂടെ വെക്കുമ്പോ 1 മീറ്റർ ആയില്ലയോ? അങ്ങനെ വെച്ചൊന്ന് അളന്നേ. ഞാനൊക്കെ സർവേ തുടങ്ങിയപ്പോഴേ കൈയളവായിരുന്നു സാറേ. കൈയില്ലാത്തവർക്ക് എങ്ങനെ അളവ് കിട്ടല്? കൈയില്ലാത്തവർക്ക് താനാരാ? ഞാൻ നാട്ടുകാരൻ. നാട്ടുകാരൻ എന്താ ഇവിടെ കാര്യം? ഒന്നിട്ട് കാണാലോ. ഈ അളക്കുന്നതിന് നാട്ടുകാരൻ എന്തെങ്കിലും പങ്കുണ്ടോ? ഒന്നുമില്ല. ഞങ്ങോട്ട് മാറിയേക്ക്. കളിക്കുന്നു. ആ കുറ്റി അടിച്ചോളാം. കുറ്റി അതവിടെ പോയി. അവിടെ കുറ്റി തറയ്ക്ക്. എന്തേ ചുറ്റിയില്ലേ? ഇവിടെ പോരുത്. ഞാൻ ചവിട്ടിട്ടുണ്ട്. അവിടെ അടി. ഇവിടെ മാർക്കിൽ അടിച്ചോ. കാലിലടിക്കല്ലേ. എന്റെ സോണി മോനെ ഒന്ന് ആഞ്ഞടിക്കും. നോക്കത്തില്ല. ഇത് കിട്ടോ. സാറേ, കലണ്ടർ നോക്കിയിട്ട് തരാം. ഇനിയിപ്പോ നമുക്കിനി 460 ഇവിടെ നിന്ന് അങ്ങോട്ട് പിടിക്കണം, പടിഞ്ഞാട്ട്. 460 സാറേ. 460 പിടിച്ചാൽ അതിന്റെ അകത്ത് ചെല്ലും. അവരോട് ചോദിക്കാതെ എങ്ങനെയാണ്? എന്തിനാ അവരോട് ചോദിക്കണേ? എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് അളവ് നിർത്തിയിട്ട് നമുക്ക് അവരുടെ അനുവാദമൊക്കെ മേടിച്ചിട്ട് പിന്നെ ഒന്ന് അളക്കാം. അങ്ങോട്ട് ടേപ്പ് പിടിക്കണോ? നീ എവിടെ പോണേ? നീ ഇവിടെ അളക്കാനറിയോ? ആൾക്കാരെയൊക്കെ അനുവാദം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പണിയൊന്നും നടക്കത്തില്ല. പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ സാറേ. എന്റെ ബന്ധുവിന്റെ വീടൊന്നും അല്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഈ താലൂക്കിൽ സർവേറായിട്ടിരിക്കുമ്പോ ഒരു മനുഷ്യനെയും സർക്കാരിന്റെ ഭൂമി കൈയാറാൻ സമ്മതിക്കുകയില്ല. ടൈറ്റ് ചെയ്ത് പിടിയടാ. പിടിക്കും മോനെ. സാറേ, ഇവിടെ കൈന്നിടണ. ഇവിടെ കൈ നിട്ടാലേ അവർക്ക് കയ്യിൽ നിന്ന് പോകും കുറെ സ്ഥലം. ഇപ്പൊ ടേപ്പ് ഉണ്ടല്ലോ, താൻ ടേപ്പ് വെച്ച് പിടിക്കുക. അവിടെ ടേപ്പ് ഇല്ലാത്തോണ്ടാ ഞാൻ അത് പറഞ്ഞത്, മനസ്സിലായോ? സാറേ, 460 ഇവിടെ വരും. ഇത്രയുണ്ടല്ലേ? അപ്പൊ സർക്കാർ ഭൂമി ചില്ലറയൊന്നും അല്ല കൈയേറിയിരിക്കുന്ന. ആള് കൊള്ളാലോ. ആരാ ഇയാള്? അറിയില്ല സാറേ. സാറേ, സത്യേട്ടന്റെ മതില് പൊളിക്കേണ്ടി വരുവാ? സത്യേട്ടന്റെ അല്ല, കയ്യേറി കിട്ടിയിരിക്കുന്ന എല്ലാ മതിലും ഞങ്ങൾ പൊളിക്കും. അതെയാ? അപ്പൊ അമേരിക്കന്ന് ഈ ഫ്ലാറ്റെല്ലാം പൊളിക്കുന്ന വില്യം തോമസ് സംഘവും വരും പൊളിക്കാൻ? തൽക്കാലം അവര് വരില്ല. അവരെ ഞങ്ങൾ ബോംബ് മേടിച്ചു വെച്ചിട്ടുണ്ട്, അത് വെച്ച് ഞങ്ങൾ തന്നെ അങ്ങ് പൊളിക്കും. അയ്യോ, ബോംബ് വെച്ച് പൊട്ടിക്കുവാ? സണിമനെ അവിടെ മാർക്ക് ചെയ്തിട്ടേ ഇവിടെ കുറ്റി അടിക്കാം കേട്ടോ. സാറേ, ഇന്ന് പൊളിക്കുവാ? ഇന്ന് ശനിയാഴ്ചയല്ലേ, നല്ല ദിവസമല്ലേ. നമുക്ക് ഒരു നല്ല ദിവസം നോക്കി പൊളിക്കാം, അതല്ലേ നല്ലത്. അപ്പൊ ഞാൻ അറിയിക്കാം കേട്ടോ. തനിക്കൊന്നും വേറെ ഒരു പണിയില്ലോടോ നാട്ടുകാരെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ? അല്ല സാറേ, ഫ്ലാറ്റ് പൊളിക്കുന്ന ദൂരത്തുനിന്ന് കണ്ടിനി, ഇത് അടുത്തുനിന്ന് കാണാലോ. അവിടെ പിടിച്ചു. തെങ്ങ്, പ്ലാവ്, തേക്ക്, മാവ് ഒക്കെ സർക്കാരിന്റെ വകയാ. അങ്ങ് കെട്ടി വെച്ചേക്കുവാന്നേ. 460 വെച്ച് ഈ നീളത്തിലാണെങ്കിൽ ഒരു 20 സെന്റ് സ്ഥലമെങ്കിലും വരും അകത്ത്. 20 സെന്റ് അല്ല, അതിൽ കൂടുതൽ വരും. സർക്കാരിന് ചോദിക്കാനും പറയുന്ന ആളില്ലെന്ന എവിടെയൊക്കെ വിചാരം. എന്താ അവിടെ? വരട്ടടോ. ആരാണ്? അതെ, താലൂക്ക് സർവേറാണ്. റീസർവേയുടെ ഭാഗമായിട്ടൊന്ന് അളന്നതാണ്. അതിന് ഇവിടെ കൊണ്ടൊന്ന് കുത്തണ എന്തിനാ? അതെ, ഇത് സർക്കാർ ഭൂമിയാ. അതെങ്ങനെ ശരിയാണ്? ഞങ്ങളുടെ മതില് കണ്ടില്ലേ? അതാ പറഞ്ഞേ, സർക്കാർ ഭൂമി കയ്യേറിയാ നിങ്ങൾ മതില് കെട്ടിയിരിക്കുന്നേ. അങ്ങനെയൊന്നും അല്ല. സ്കെച്ച് പ്രകാരം അവിടെ നിന്ന് 460 കൂടുതലാണ്. പുറമ്പോക്ക് ഭൂമിയായിട്ടാ കാണിക്കണം മാഡത്തിന്.
അങ്ങനെയൊന്നും അല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ മതിലെട്ടി വെക്കോ? എത്രയോ നാളായിട്ട് ഇത് ഞങ്ങളുടെ വീട് സ്ഥലമാണിത്. ഈ നിൽക്കുന്ന കറിവേപ്പില നിങ്ങൾക്കുള്ളതാ, ബാക്കിയുള്ളതെല്ലാം സർക്കാരിൻ്റെതാ കേട്ടോ.